മുഖവുരകളുടെ അതിപ്രസരങ്ങളൊന്നും ഇല്ലാത്ത അത് ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ഇവിടെ ഇന്ന് വർത്തമാനത്തിൽ. എഴുത്തുകാരനും ഗാനരചയിതാവുമായ ശ്രീ റഫീഖ് അഹമ്മദ് മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു ചതുപ്പിൽ കവിതയുടെ ഒരു ഓടക്കമ്പ് കുത്തിപ്പിടിച്ച് വീഴാതെ നിൽക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, തീർച്ച. ആ അറിവാണ് ഈ പുസ്തകം. ഇത് മാഷിൻ്റെ തന്നെ ഒരു ആമുഖത്തിൽ അവസാനം എഴുതിയ വരികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ ശേഖരിക്കുന്നതും വായിക്കുന്നതും ഒരു ഫാൻസി ആയി കൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പുസ്തകങ്ങൾ മനുഷ്യനൊരു കൂട്ടായി മാറുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പകരം നമുക്ക് പുസ്തകത്തിനെ കൂടെ നിർത്താൻ പറ്റുക, ഒരാളായി പുസ്തകം ഇരിക്കുക എന്നുള്ളതിനെ ഈ വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എത്രത്തോളം അതിൻ്റെ ആവശ്യകത മുന്നിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് മാഷി ചിന്തിക്കുന്നത്? എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഉത്തരങ്ങളില്ലാത്തൊരു ചതുപ്പിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എഴുത്തുകാരൻ എഴുത്തുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ, സമൂഹത്തെ അട്ടിമറിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല, അങ്ങനെയല്ല. പക്ഷേ എന്നാൽ പോലും കുറേ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പരസ്പരം ചോദ്യങ്ങളെങ്കിലും വിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരങ്ങളല്ല നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എഴുത്തുകാരനെ ഇപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ എല്ലാ കാര്യങ്ങൾക്കുള്ള ഇപ്പോൾ പലരും വിമർശിക്കുമല്ലോ. നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കേണ്ടി വരും, പറ്റി അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ അതിന് എല്ലാറ്റിനും ഉത്തരങ്ങളുണ്ടെന്നുള്ളതുകൊണ്ടല്ല, അത് നമ്മുടേതായിട്ടുള്ള സംശയങ്ങൾ, ലോകത്തിൻ്റെ കൂടെ സംശയങ്ങൾ നമ്മളിലൂടെ വരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പുസ്തകങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങളല്ലേ നമുക്കൊരു ആശ്രയം. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എല്ലാ കാലത്തും നമുക്ക് എപ്പോഴും ഏറ്റവും ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല സുഹൃത്ത് പുസ്തകം തന്നെയാണ്. ഇപ്പം ഈ ആശ്രയിക്കാവുന്നത് എഴുത്ത് പുസ്തകം എന്ന് പറയുന്നത് പറയപ്പെടുന്ന സമയത്തും റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഉണ്ട്. എല്ലാം ഇപ്പോൾ കലാരംഗങ്ങൾ അല്ലെങ്കിൽ കൂടുതലും ലിറ്റററി റിലേറ്റഡ് നോക്കുമ്പോൾ നമ്മളൊരു കഥ അല്ലെങ്കിൽ കവിത, നോവൽ, അതൊരു വാരികയിലാണെങ്കിലും പുസ്തകമായിട്ടാണെങ്കിലും അല്ലാത്തൊരു മീഡിയയിലാണെങ്കിൽ പോലും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ അവരൊരു സെൻസർഷിപ്പ് ഭയങ്കരമായിട്ട് കൈകടത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മുൻപത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ആളുകൾ വായിക്കുന്നതിന് അല്ലെങ്കിൽ എഴുതുന്നതിനെ ഈ രീതിയിൽ സെൻസർ ചെയ്യുന്നതിന് കൊണ്ടുള്ളൊരു പൊരുത്തപ്പെടലുകൾ സാധിച്ചു പോകാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറ്റാതെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും? ഇപ്പോഴത്തെ സെൻസറിങ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ തരത്തിലുള്ള ഒന്നാണ്. അതിപ്പോൾ ഭരണകൂടം നേരിട്ട് നടത്തുന്ന സെൻസറിങ് അല്ലാതെ തന്നെ സെൻസറിങ് നടക്കുന്നുണ്ട്. പലതും പറയാൻ പറ്റാത്തൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ പണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബഷീറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഒരു ഭഗവത്ഗീതയും കുറേ മുലകളെന്നാണ്. അതിപ്പോൾ സെൻസർഷിപ്പിൻ്റെ ഒന്നും പ്രശ്നം, അങ്ങനത്തെ ഒരു പുസ്തകം ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിലും സെൻസർഷിപ്പ് ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിലുള്ള കുറേ സങ്കീർണമായിട്ടുള്ള നമുക്ക് സെൻസർഷിപ്പുകൾ ഭരണകൂടത്തിൻ്റേതായിട്ടും സമൂഹത്തിൻ്റേതായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഒരു ഡെമോക്രാറ്റിക് ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലെ തന്നെ വലിയ ജനാധിപത്യങ്ങളിലൊന്നാണ്. പക്ഷേ ഈ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യം ആ കാര്യത്തിൽ എത്രയോ വളരെ 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 പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പല ഏകാധിപത്യ രാജ്യങ്ങളെക്കാളും പിറകിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെങ്ങനെ മറികടക്കുന്നു, എങ്ങനെ നേരിടുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇനിയൊരു പുസ്തകം ഇറങ്ങുമ്പോൾ ഇപ്പം അരുന്ധതി റോയ് മാമിൻ്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇതിനിടയിലാണ് അഴുക്കില്ലം ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനപ്രിയ സാഹിത്യം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നോവലുകൾ മാറ്റപ്പെടുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ആളുകൾ, പുസ്തകം വായിക്കാത്തവർ പോലും വാങ്ങി വെക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ ഇറങ്ങുന്ന കാലത്താണ് അഴുക്കില്ലം എന്ന് പറയുന്ന നോവൽ. അതും ഒരു കാലയളവ് വരെയും നമ്മൾ കവിയായും ഗാനരചയിതാവും ആയും കണ്ട ഒരാൾ നോവലിസ്റ്റ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറയുന്നൊരു യാത്രയുണ്ട്. ആ യാത്ര എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ അഴുക്കില്ലം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ഈ ഒരു സമസ്യയുടെ ഇടയിൽ വരുമ്പോൾ എത്രത്തോളം അതിനെ മാഷിന് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്? അതായത് ഒന്നാമത് അഴുക്കില്ലം അധികം ആൾക്കാരൊന്നും വായിച്ചിട്ടില്ല. വായിച്ച ആൾക്കാർക്ക് തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണത്. അതിനങ്ങനെ ആരെങ്കിലും വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പുസ്തകം പിന്നെ ഒരു കവിതയിൽ നിന്ന് നോവലിലേക്ക്
ഒരു മാറ്റോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കവിതയിലൂടെ അല്ലാതെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കവിതയ്ക്ക് അങ്ങനെ ചില പരിമിതികളുണ്ട് ഇപ്പോഴത്തെ കവിതയുടെ ഫോർമാറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക, സംഭവങ്ങളെ അവതരിപ്പിക്കുക, അത് നമ്മുടെ ചില ചിന്തകളെ അവതരിപ്പിക്കുക, അതൊന്നും കവിതയിലൂടെ അത്ര എളുപ്പമല്ല. അത് വേറൊരു സംഗതിയാണല്ലോ. അതുകൊണ്ട് നോവൽ രൂപത്തിൽ എഴുതി മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ തുടർച്ചകളൊന്നും ഉണ്ടായില്ല. അത് നോവൽ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കുറേ തോന്നലുകളും ചിന്തകളും എഴുതി വെക്കേണ്ടതാണെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ എഴുതി വെച്ചു. അത് നോവൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. എനിക്കും വായിച്ചു വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥമാണോ, നാരായമംഗലം എന്ന് പറയുന്ന സ്ഥലം ശരിക്കുള്ളതാണോ, ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ മെയിൻ കഥാപാത്രം അത് സംസാരിച്ച് പോകുമ്പം ശരിക്കും അതൊരു ചരിത്രം തന്നെയാണ്. നോവൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ആഖ്യാന രീതിയും ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ചീരുത്തള്ള പറയുന്നത് പോലെ എത്ര മര്യാദയ്ക്ക് ജീവിക്കാവുന്ന ഒരു ലോകത്താണ്, എന്നാലും എന്താണ് മനുഷ്യരിങ്ങനെ എന്ന് പറയുന്നൊരു ചോദ്യം അവശേഷിപ്പിക്കുമ്പം ആ പുസ്തകം തുടങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയൊരു ഇത് പപ്പുമതം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ മത സമീപനങ്ങൾ എന്നുള്ള രീതിയിൽ പപ്പുമതത്തിനെ എഴുതപ്പെടുമ്പോൾ മനസ്സിലെന്തെങ്കിലും ആലോചിച്ചിരുന്നോ? ഇത് ആളുകൾ വായിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയുമായിട്ട് കലർന്നു പോകുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റും ആളുകൾക്ക് എന്നുള്ളത്? അല്ല, ഇത് കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങളാണത്. ഇതിന് ശേഷമാണ്, ഈ പപ്പുമതത്തിന് ശേഷമാണ് ഡിങ്കമതമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഡിങ്കമതത്തിനാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉള്ളത്, പപ്പുമതത്തിൽ ആരും ഇല്ല. അപ്പോൾ ഈ അതിൻ്റെ അതായത് ഈ സാധാരണ ജീവിച്ചിരുന്ന മനുഷ്യർ പിന്നെ ദൈവങ്ങളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഏതെങ്കിലും എഴുത്തുകാരൻ്റെ ഭാവനയിലുണ്ടായിട്ടുള്ള കഥാപാത്രങ്ങൾ ദൈവങ്ങളായിട്ട് മാറുന്നു, ആ ദൈവങ്ങളുടെ പേരിൽ അടി നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു രസകരമായിട്ടുള്ളൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാരഡി പോലെ ചെയ്തതാണ്. അതായത് ഓടയിൽ നിന്നുള്ളൊരു പുസ്തകം ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് ചില ആൾക്കാർക്ക് തോന്നുന്നു, അതേ കഥാപാത്രം ഒരു അവതാരമായിട്ട് തോന്നുന്നു, അങ്ങനെ തോന്നിക്കൂടെ? അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലൊരു മതം, അത് അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത്. അതിൻ്റെ വേറെ വേർഷൻസാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നലാണ്. ഞാനത് അപ്പോൾ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതൊന്നും എനിക്ക് അതിനെപ്പറ്റി ഞാൻ ആകുലപ്പെട്ടിട്ടില്ല. അതങ്ങനെ എഴുതി ഇത്രയുള്ളൂ. ഇപ്പോൾ അതേ പറഞ്ഞ പോലെ ഓടയിൽ നിന്നെന്ന് പറയുന്ന നോവലിൽ തുടങ്ങിയിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് അത് വന്ന് അവസാനിക്കുന്നത്. അത് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അതായത് അങ്ങനെ ഒരു ലോകത്തിൽ നിന്നും പിന്നെ മാറുന്നൊരു ലോകം എന്ന് പറയുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം വേറെ തന്നെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം ലോകത്തുണ്ടാവും. അല്ല, അത് എങ്ങനെ വേണമെങ്കിൽ വായിക്കാം. പ്രധാനമായിട്ടും ഇതിൽ ഈ പുസ്തകങ്ങളും വായനശാല ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വായനശാലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വായനയിലൂടെ വായനയിലൂടെയുള്ള ഒരു യാത്രയായിട്ട് ഇതിനെ കാണാം. ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിൽ നിന്ന് ഖസാക്കിലേക്കുള്ളൊരു യാത്രയായിട്ട് വേണമെങ്കിൽ കാണാം അതിനെ. പാട്ടുകളുടെ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമാ ഗാനം എന്ന് പറയുന്നതിൽ എഴുത്തുകാരൻ എന്നുള്ള പോലെ തന്നെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒന്നാണല്ലോ അതിൻ്റെ ഒരു അവകാശികൾ എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നേരത്തെ നമ്മൾ അല്ലാതെയുള്ള എഴുത്തുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളം ഹനിക്കപ്പെടുന്നുണ്ട്? പാട്ടെഴുത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു വിഷയം തന്നെ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. കാരണം അത് ഈ സിനിമ പോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്നൊരു നടന് ആ നടനത്ത് മാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഉള്ളൂ ഇതിലൊക്കെ എല്ലാ കാര്യങ്ങളും. കാരണം അതിനെ സിനിമ നിർമ്മിച്ചെടുക്കുന്ന ആൾക്കാർ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ കൂടി ചേരുന്നൊരു സംഭവമാണത്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളികളാവുന്നു, കൂട്ടായിട്ടുള്ളൊരു പങ്കാളിത്തം അതിനുണ്ട്. പക്ഷേ അതിൽ ഈ ഒരാളുടെ സവിശേഷമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങളോ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും അത്ര പ്രസക്തമല്ല അതിൽ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഈ പാട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഈ പാട്ട് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ചില കാര്യങ്ങളെ സഹായിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം അവിടെ വരുന്നില്ല അതിൽ.
അതുപോലെ തന്നെയാണ് ഇപ്പം കവിതകൾ ആദ്യം കവിതകളായി എഴുതിയത് പലതും സിനിമാ പാട്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം മഴ കൊണ്ട് മാത്രം ഒക്കെ ഞാനൊക്കെ എനിക്കൊക്കെ ഡിഗ്രിക്ക് പഠിക്കാനുണ്ടായിരുന്ന കവിതയാണ്. അപ്പം അതിൽ നിന്ന് മാറിയിട്ടാണല്ലോ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ വരികൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് അത് എന്തിലായാലും, കഥയിലായാലും കവിതയിലായാലും പാട്ടുകളിലായാലും പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ മനസ്സിന്? ഞാൻ ആദ്യമേ എഴുതി വെച്ചതിനോടുള്ളൊരു അടുപ്പം ഉണ്ടാവുമല്ലോ നമുക്ക്. ആ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ അങ്ങനെ? അല്ല, അതിലിപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ഈ മഴ കൊണ്ട് മാത്രം എന്നുള്ളത് പിന്നെ പാട്ടാക്കി അത് പൊളിച്ചെഴുത്തെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. കാരണം അതിലെ ആദ്യത്തെ 2 വരി മാത്രമേ പാട്ടിലേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ മാറിയിട്ടുണ്ട്. ആ രണ്ട് തരത്തിലുള്ള പാട്ടുകൾ. അതാ ഒന്ന് കവിത, വേറെ ചില കാര്യങ്ങളാണ് കവിതയിലൂടെ പറയുന്നത്. പാട്ട് എനിക്ക് തോന്നുന്നത് ഈ 2 വരി പാട്ടിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ അത് ഉപയോഗിച്ചു എന്നുള്ളത്. അത് പ്രത്യേകിച്ചൊരു പൊളിച്ചെഴുത്തിൻ്റെ അങ്ങനെ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൽ. സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ തന്നെ സ്വയം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ, ആരെയും നിർബന്ധത്തിൽ ചെയ്യുന്നതല്ല. അത് മാത്രമല്ല, അത് ആദ്യം ചെയ്തത് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ആദ്യം ഒരു ആൽബത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണത്. പിന്നീട് സിനിമയിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തത്. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഗാനരചയിതാവായാലും കവിയായാലും ഈ പറയുന്ന പതിവ് സെലിബ്രിറ്റി രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയ ഇടങ്ങളിലോ അല്ലെങ്കിൽ വേദികളിൽ അധികം കാണാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഇപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു അണ്ടർ റേറ്റഡ് ആളായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ പൊതുവെ എന്നുള്ളൊരു, പാട്ടുകളിലൂടെ മാത്രം അറിയപ്പെടുക എന്ന് പറയുന്നൊരു ഇതിലാണോ മാഷ്? അല്ല, അങ്ങനെ അധികം ആളുകൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരെങ്കിലും 1-2 ആൾക്കാരെ ശരിക്കും അറിഞ്ഞാൽ മതി. അതിൽ ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല, അധികം ആൾക്കാർ ഇപ്പോൾ ഈ സിനിമാ ഗാനങ്ങളിലൂടെ വന്നതുകൊണ്ടാണ് അത്രയെങ്കിലും ആൾക്കാർ അറിഞ്ഞത്. കവിത മാത്രം എഴുതാൻ ആരും അറിയില്ല. അത് അങ്ങനെ അറിയുക എന്നുള്ളത് അത്ര വലിയൊരു നിർബന്ധമുള്ള കാര്യമല്ല. അറിഞ്ഞാൽ നല്ലത്, അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം പുതിയ സിനിമ എഴുത്തുകാരെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടെഴുത്തുകാർ ഒരുപാട് വരും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ഇപ്പം സ്ഥിരമായിട്ട് പഴയതുപോലെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിലല്ലല്ലോ പാട്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിനിടയിൽ ഒരു ലോജിക്കും ഇല്ലാത്ത വരികൾ കൊണ്ട് പാട്ട് എഴുതുന്ന ആളുകളുണ്ട്. റിപ്പീറ്റ് വാല്യൂ ഭയങ്കര കുറവാണല്ലോ ഇപ്പോഴുള്ള പാട്ടുകൾക്ക്. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ മാഷിൻ്റെ പാട്ടുകൾ സമാധാനത്തിന് വേണ്ടി ഓടി ചെല്ലുന്ന ഇടങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മാണിക്യച്ചിറകളിലാണെങ്കിൽ അല്ലെങ്കിൽ ആകാശം പോലെയാണെങ്കിൽ അതിന് മുന്നേയുള്ള ഒരുപാട് പാട്ടുകൾ. അപ്പം എന്താണ് ആ ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എഴുത്തിൽ വരുത്തിയതായിട്ട് തോന്നിയിട്ടില്ല? വരികൾ അല്ലെങ്കിൽ രീതി, വാക്കുകൾ ഉപയോഗിക്കുന്ന രീതികൾ, മാഷ് ഉപയോഗിക്കുന്ന ഒരു കാവ്യഭംഗി അല്ലെങ്കിൽ ആ ഒരു രീതികൾക്ക് മാറ്റം വരുത്തായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് ഇന്നത്തെ കാലത്ത് ആളുകൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകാര്യതയ്ക്ക് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതിനെ മുൻനിർത്തിക്കൊണ്ട് എഴുത്തിനെ മാഷ് എങ്ങനെയാണ്, മാഷിൻ്റെ മാറ്റങ്ങൾ എഴുത്തിൽ വന്നിട്ടുള്ളത് തുടക്കം മുതൽ ഇതുവരെ എന്നുള്ളത് അനുമാനിക്കാൻ എങ്ങനെ പറയുമായിരിക്കും? നമ്മുടെ ഈ ഇപ്പോൾ സിനിമാ ഗാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സിനിമകളുടെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിലും എല്ലാറ്റിലും ഇപ്പോൾ ഈ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിജീവിക്കുന്ന തരത്തിലുള്ള സംഗതികൾ വളരെ കുറവാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരുതരം ഫ്ലോ ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും നമ്മുടെ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം, ഈ സൈബർ ലോകം വന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഒഴുക്കാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ വാർത്തകളാണെങ്കിലും എന്താണെങ്കിലും ഒരു അനന്തമായിട്ടുള്ള ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ കാലത്തെ പാട്ടുകളും സിനിമയും സാഹിത്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നോവലുകൾ വരുന്നു, പല നോവലുകളും കൊണ്ടാടപ്പെടുന്നു, 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് മറന്നു പോകുന്നു, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നിലനിൽപ്പുള്ള സംഗതികൾ വളരെ കുറവായിട്ട് ഉള്ളൊരു കാലമാണത്. ഇനി മുതൽ അങ്ങനെ ആവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പഴയതിലേക്ക് തിരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല, ഇങ്ങനെയാണ് ചെയ്ത് എൻ്റെ ശീലം. നമുക്ക് ഈ പിന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വസ്തുക്കളാണെങ്കിലും ശരി, എഴുത്താണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് പെട്ടെന്ന് പിന്നെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ കാലം അങ്ങനത്തെയാണ്, നമുക്ക് ഒരു ഫ്ലോ ആണത്. അപ്പോൾ ഇതിൽ എഴുത്തിൽ എന്തായാലും ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പഴയ പോലുള്ള പ്രാധാന്യം ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ എഴുതി വരുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ അവസാനമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാട്ടിൻ്റെ ഒരു പ്രാധാന്യം സിനിമകളിലുള്ള ഒരു ഘട്ടത്തിൻ്റെ ഏകദേശം അവസാനം ആണ് ഞാനൊക്കെ വരുന്നത്. അതിപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഏകദേശം അങ്ങനെ അത് വലിയ പ്രാധാന്യമില്ലാത്ത സംഗതിയായി മാറി. അത് കാരണം എന്ന് വെച്ചാൽ പാട്ടിനിപ്പോൾ സിനിമ മാത്രമല്ല, വേറെ ഒരുപാട് പിന്നെ മീഡിയ ഉണ്ട്.
പാട്ടിന് സിനിമ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നുകൊണ്ട് പാട്ടിന് അത്ര പ്രാധാന്യം ഇല്ല ഇപ്പോൾ. അത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ എഴുതുന്നു, ഒരുപാട് ആൾക്കാർ സംഗീതം ചെയ്യുന്നു, അത് ആരൊക്കെ കേൾക്കുന്നു, കേൾക്കാതെ പോകുന്നു, അങ്ങനെയുള്ളൊരു സംഗതി വന്നു കൂടിയിട്ടുണ്ട്. ഞാൻ മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് ഈ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പണ്ടൊരു സിനിമയിൽ എഴുതിയതിൻ്റെ വാക്ക് ഒരു കള്ളുഷാപ്പിലിരുന്ന് പാടുന്ന പാട്ടിൽ ബാമ്പു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ ഇന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ വരുന്നത്, വരികൾ വരുന്നത്. ഒരു വരി അല്ലെങ്കിൽ ഒരു വരിയിലുള്ള വാക്കുകൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധം ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ല. അപ്പം മാറുന്ന രീതിയിലാണ് ഇന്നത്തെ എല്ലാത്തിൻ്റെ ആഖ്യാന രീതിന്ന് തോന്നിയിട്ടുണ്ട്. എഡിറ്റിംഗ് വൈസ് നോക്കിയാൽ ഇപ്പം നോവൽ എടുക്കുന്ന സമയത്തും പണ്ട് ഉപയോഗിച്ചിരുന്ന പോലെയുള്ളൊരു രീതിയല്ല ഇന്ന്. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എഴുതുമ്പോൾ ഡബിൾ ഇൻവേർട്ടർ കോമ ഇട്ട് കൊടുത്തിരുന്നത് ഇന്ന് പലതും സിംഗിൾ ഇൻവേർട്ടർ കോമയിൽ പോകുന്നുണ്ട്. ഒരു വാക്കിന് ഇരട്ടപ്പുള്ളി, ചെറിയ പുള്ളി, പക്ഷേ എന്നൊക്കെയുള്ള വാക്കുകൾ. ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതിനിടയിൽ രണ്ട് തരം വായനക്കാർ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ആ രീതിയിലുള്ള പുസ്തകങ്ങൾ, ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു ഇപ്പം ഉള്ള ആൾക്കാർക്ക് ഈ പുതിയ ശൈലിയാണ് അറിയുന്നത്. അപ്പം ഇതിൽ ശരിക്കും നമ്മൾ ഒരു എഴുത്ത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിഷിംഗ് എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളിൽ വരുന്ന വ്യത്യസ്തതയെ വായനക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി മാഷിന് എന്താണ് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ? ഈ അല്ല, ഭാഷയ്ക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കാരങ്ങളല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാമർ ഉണ്ട് അതിന്. അപ്പോൾ അതൊന്നും കാര്യമല്ല, അതൊന്നും വ്യാകരണമൊന്നും വിഷയമല്ല, ഉച്ചാരണം പ്രശ്നമല്ല എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, അങ്ങനെ യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. പക്ഷെ അതിപ്പോൾ ഏകദേശം അംഗീകരിക്കപ്പെട്ട പോലെയാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഭാഷ എന്ന് പറയുന്നൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റുകൾ ധാരാളം, അനന്തമായ തെറ്റുകളാണ് വരുന്നത്. ഈ തെറ്റുകളൊന്നും തെറ്റായിട്ടൊന്നും ആരും ചൂണ്ടിക്കാണിച്ചാൽ അത് അവരെ പിന്നെ ഇവർ മെക്കെട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ എന്താ അതിനൊക്കെ ഒരു പരിഹാരം എന്നറിയില്ല. ഒന്നാമത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ SSLC പാസ്സായിട്ടുള്ള കുട്ടിക്ക്, നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള കുട്ടിക്ക് സ്വന്തം പേരെഴുതാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മറ്റു ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ്. ടീച്ചർ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറാണ്. +2 കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി, പ്ലസ് അല്ല, 9th നിന്ന് 10th തോൽക്കുക അങ്ങനെയൊന്നും ഉണ്ടായി. അപ്പോൾ രണ്ടാമത്തെ എക്സാം ഉണ്ടത്രേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ടീച്ചറുടെ അടുത്ത് വന്നപ്പോൾ അവന് കൂട്ടാൻ പോലും അറിയില്ല, 2 സംഖ്യകൾ കൂട്ടാൻ പോലും അറിയില്ല. എന്നിട്ടാണ് ഇത്രയും ക്ലാസ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പരിപൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ രംഗം. ഭാഷ ഉപയോഗിക്കുന്നതാണെങ്കിലും മലയാളമാണെങ്കിലും കംപ്ലീറ്റ്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആകുലപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ രണ്ടാമത് തുടങ്ങേണ്ട ഒരു അവസ്ഥ നിൽക്കുന്നു. അപ്പോൾ മലയാള ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ശരിക്കും അറിയുമെന്നറിയില്ല, മലയാളം ഒക്കെ തന്നെ പോയിരിക്കുകയാണ്. കുറച്ച് കുട്ടികൾ ഇപ്പോൾ മാത്രമല്ല ഇതിലൊക്കെ ഭാഷയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ മാത്രം മതി എന്നുള്ള ഒരു വിചാരമാണുള്ളത്. അപ്പോൾ അതിന് ഇത്രയധികം ഭാഷയുടെ പിന്നെ നിഷ്ഠകളൊന്നും എത്ര കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിങ്ങനെ എങ്ങനെയും പഠിച്ചാൽ മതി. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയോ പൂർണ്ണതയോ ഉണ്ടാവുന്നില്ല. ഭാഷ എവിടെ ഇല്ലാതാവുന്നു, അവിടെ സംസ്കാരവും മനുഷ്യനൊക്കെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണുള്ളത്. പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകളിൽ ഏതെങ്കിലുമൊക്കെ കേട്ടിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഈ വരി ആയിരുന്നില്ല, അവിടെ വേറൊരു വരി ചേർക്കായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും പാട്ടുകൾ? എൻ്റെ പാട്ടിനൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മറ്റു പല പാട്ടുകളൊന്നും അങ്ങനെ വളരെ 2 തരത്തിലുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഡിക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള പല പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. എത്ര കൃത്യമായിട്ടാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരാം. അത് പക്ഷേ ഓരോ എഴുത്തുകാരൻ്റെയും ലോകമാണല്ലോ. ഇപ്പോൾ ബിജിപാൽ സാറിൻ്റെ കൂടെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബിജിപാൽ സാറിൻ്റെ ആണെങ്കിലും പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് പ്രകൃതി എന്ന് പറയുന്ന ഒന്ന് വളരെയധികം അടുത്ത് നിൽക്കുന്ന സംഗതിയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ദൃശ്യാവിഷ്കാരമാണെങ്കിലും ആ പാട്ടുകളുടെ വരികൾ എഴുതുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു സംഗീത സംവിധായകനും എഴുത്തുകാരനും കൂടി വരുമ്പോൾ ഉള്ളൊരു സൗഹൃദം എത്രത്തോളം ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ? അല്ല, ഞാൻ ബിജിപാൽ പിന്നെ ഒരുപാട് കാലമായിട്ട് അടുപ്പമുള്ള ഒരാളാണ്.
കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ബിജിപാലിനേക്കാളും കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ബിജിപാലിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ സാഹിത്യം നന്നായിട്ട് അറിയാം, കവിത നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആത്മാവ് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള വ്യത്യാസം അതിൽ കാണും. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോണറിൽ മാത്രമല്ല, അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ളതും ചെയ്യാൻ പറ്റും, ഒരു അടിപൊളി പണി അത് ചെയ്യാം. അങ്ങനെ ഒരു വേഴ്സാലിറ്റി ഉണ്ട് ആൾക്ക്. കവിതകൾ എഴുതിയിട്ടുള്ളതിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം സംസാരിക്കുന്ന കവിതകൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കവി എന്നുള്ള രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം സംസാരിക്കാൻ ഈ മീഡിയ ഉപയോഗിക്കാൻ പറ്റാറുണ്ടോ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. കാരണം അതിനകത്ത് അങ്ങനെ ഒരു ആരോഗ്യകരമായിട്ടുള്ള സംവാദം നടക്കില്ല. കാരണം അതിൽ പിന്നെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള കടന്നുകയറ്റങ്ങളാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ അധികം ഈ ഒരു പൂരപ്പറമ്പിൽ സംസാരിക്കുന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം ബഹളം വയ്ക്കുന്ന ആളുടെ ശബ്ദമാണ് കേൾക്കുള്ളൂ. ശരിയായ കാര്യം പറയുന്ന ആളുടെ ശബ്ദം കേട്ടോളുന്നില്ല. ഇതും ഇങ്ങനെ ഇതിനകത്താണെങ്കിൽ കുറേ പെയ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട്, കുറേ സ്യൂഡോ പേരുകളിലുള്ള ആൾക്കാരുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും മതക്കാരും ഇറക്കിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അതിലൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഗതിയിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള സംവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാലും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻസ് ആയിരിക്കും താഴെ വരിക. അതുകൊണ്ട് പലപ്പോഴും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ആൾക്കാർ ശ്രമിക്കുക. അങ്ങനെ ഒരു അപകടം ഇതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തരത്തിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഒരു സ്പേസാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഡെമോക്രസിയുടെ ഒരു അപകടം അത് മോബോക്രസി ആയിട്ട് മാറും എപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ വിവേചന ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത ആളുകൾ കടന്നു കയറുമ്പോൾ ആ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുകയും അതൊരാൾക്കൂട്ടവും ഒരു തരം മോബിൻ്റെ ഹിസ്റ്റീരിക്കായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ആർക്കും പുസ്തകം എഴുതാം എന്ന് പറയുന്നൊരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട്. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആളുകളെ ഇത് പബ്ലിക്കേഷൻ ആയാലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്രോച്ചബിൾ ആണ് ആളുകൾ കുറച്ചും കൂടി. അതുകൊണ്ട് തന്നെ ആർക്കും എന്തും എഴുതാം എന്ന് പറയുന്ന രീതിയിലേക്കും പതിപ്പുകളുടെ എണ്ണം നോക്കിയിട്ടൊരു എഴുത്തുകാരനെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷനെ വിലയിരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനെ മാഷൻ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്നത്? അതൊക്കെ അമ്പരപ്പിക്കുന്ന തരം മാറ്റങ്ങളാണ്. നമുക്കതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ പാടില്ല എന്നാരും പറയുന്നില്ല. പക്ഷേ ഈ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാമ്പ്, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, നമ്മുടെ ഒരു മുദ്ര വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തത വേണം. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്, എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തിന് ഞാൻ എഴുതുന്നു എന്നുള്ളൊരു ചോദ്യം ആരും അഭിമുഖീകരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം. അതുകൊണ്ട് പലപ്പോഴും എഴുത്തിനോട് തന്നെ ഒരു മടുപ്പ് എന്നൊരവസ്ഥ ഉണ്ട്. അതെ, ലൈക്ക് ഇപ്പം ഒരു പുസ്തകം എഴുതിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 2 വരി പിന്നെ അയാൾ എഴുത്തുകാരൻ എന്നുള്ള ടൈറ്റിൽ തന്നെ ഞങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് വളരെ അത്ഭുതത്തോടെ കാണാറുള്ള കാര്യമാണ് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള ബയോകളിൽ റൈറ്റർ എന്നുള്ള പേര് കൊടുക്കുക എന്ന് പറയുന്നത്. MT പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എഴുത്തുകാരൻ എന്നുള്ള പേര് പറയാൻ അല്ലെങ്കിൽ എന്നെ സ്വയം പറയാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇത്രയും ആളുകൾ വരുന്നത്. അപ്പം കൂടുതലും സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറയുന്ന കാറ്റഗറികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ അടുത്തൊരു കുട്ടിയെടുത്ത് സംസാരിച്ചപ്പോൾ വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ ആകെ ഒരു പുസ്തകം മാത്രമാണ് ഇതുവരെ വായിച്ചിട്ടുള്ളൂ. ഒരു പ്രമുഖ ഇപ്പോഴത്തെ ഒരു സെൻസേഷനായ ഒരൊറ്റൊരു പുസ്തകം മാത്രം. പക്ഷെ അവനൊരു പുസ്തകം ഓൾറെഡി ഇറക്കി, അതൊരു 5-6 പതിപ്പൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നന്നായിട്ട് കുറച്ചും കൂടി പുസ്തകങ്ങൾ വായിക്കൂ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ സമയത്ത് ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞു. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ്. തുടക്കക്കാരെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് സജസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ആ കുട്ടി തിരിച്ചു ചോദിച്ചത് ബഷീറിൻ്റെ ആഖ്യാന ശൈലി എന്ന് പറയുന്നത് കട്ടിയല്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അവരെ പഴയ സാഹിത്യം അല്ലെങ്കിൽ പഴയ എഴുത്തുകൾ എന്ന് പറയുന്നതിലേക്ക് അടുപ്പിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശ്രമകരമായിട്ടൊരു കാര്യമാണ്. കാരണം അവർക്ക് താല്പര്യം തോന്നണല്ലോ. എൻ്റെ തലമുറയിൽ എന്ന് വെച്ചാൽ സാഹിത്യത്തോട് താല്പര്യം ഉണ്ടാകുന്നത്
ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചതുകൊണ്ടും ആ സ്കൂളുകളിൽ മലയാള പാഠപുസ്തകങ്ങളിലെ പിന്നെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതും പദ്യങ്ങളും കവിതകളും കഥകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതിൽ നിന്നാണ് നമുക്ക് പിന്നെ മറ്റ് കുറേ കൂടി ഉയർന്നതിലേക്ക് പോകാൻ പറ്റുന്നത്. അത് ഇല്ലാതായല്ലോ. അത് കുറേ കാലമായിട്ട് അങ്ങനത്തെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെയൊക്കെ ഒരു അതിപ്രസരം കൊണ്ടും മലയാള ഇതിൽ തന്നെ ഇപ്പോൾ ഈ മലയാള ഭാഷ അല്ലെങ്കിൽ സാഹിത്യം പഠിപ്പിക്കുന്നതിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ. ഇപ്പോൾ കവിതയൊന്നും മനഃപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ അത്രയൊന്നും കാര്യമായിട്ട് അതിനെ കാണുന്നില്ല. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ തലമുറയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്ക് ഇന്ന് മുതലാണ് അവരുടെ ലോകം തന്നെ ആരംഭിക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറകൾ ജീവിച്ച ഒരു കാലമൊന്നും അവരുടെ പിന്നെ ബോധമണ്ഡലത്തിലില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയണമെന്ന് താല്പര്യമില്ല. അവർ കാണുന്ന ഇന്നത്തെ മൊബൈൽ ഫോണും പിന്നെ ATM ഇതും ഒക്കെ ഉള്ള ഈ ലോകമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതലാണ് അവർക്ക് ലോകം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പുസ്തകങ്ങൾ അവർ വായിക്കുന്നു, അതാണ് സാഹിത്യം എന്ന് വിചാരിക്കുന്നു. അതാണ് പ്രശ്നം. അതേസമയം ആ വായിക്കുന്ന അവനോ അവളോ ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ കരാട്ടെ പഠിക്കാൻ പോകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇത് പറ്റില്ല. കാരണം അപ്പോൾ അതിനൊരു ചരിത്രമുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു വളർച്ചയുടെ ഒരു കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ ഇത് പഠിക്കാൻ പറ്റില്ല. ഇതിന് പിന്നെ ഒന്നും ആവശ്യമില്ല. ഇന്ന് വായിച്ചൊരു പുസ്തകത്തിൻ്റെ മാതൃകയിൽ അടുത്ത പുസ്തകം വെറുതെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിന് മുമ്പുള്ള കടന്നുപോയിട്ടുള്ള വലിയ സാഹിത്യത്തിൻ്റെ വലിയ സംഭാവനകളോ അത് നൽകിയിട്ടുള്ള പിന്നെ അനുഭൂതികളോ ഒന്നും തന്നെ അവരെ സ്പർശിക്കുന്നില്ല. അത് വലിയ നഷ്ടമാണ്. അതിനെങ്ങനെയാണ് പിന്നെ പരിഹരിക്കുക എന്ന് പറയാനുള്ള ഒരു സാമൂഹിക ചിന്തകനൊന്നും അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ വേവലാതികളിൽ പങ്കുകൊള്ളുക മാത്രമേ കഴിയുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ എഴുതി തഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓരോ മനുഷ്യരും എഴുതിയിരിക്കുന്നത്. ഇപ്പം മാഷ് എഴുതിയിട്ടുള്ള കവിതകളാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ നമുക്ക് പല കവിതകളും ഒരേ വാക്കുകൾ വരുന്ന കവിതകളുണ്ട്. മഴ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഒരുപാട് വരുന്നു. അപ്പം ആവർത്തനം എന്ന് പറയുന്നത്, വാക്കുകളുടെ ആവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് വളരെ കുറവാണ്. എന്നുവെച്ചാൽ അവർക്ക് അറിയില്ല. കൂടുതൽ വാക്കുകളെ പറ്റി വൊക്കാബുലറി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. എഴുതിയത് തന്നെ തിരിച്ചു മറിച്ചും ഇരുന്ന് എഴുതുക. അപ്പോൾ ഇത് വായനയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും ഈ ഒരു കാര്യം? അല്ല, അത് എഴുത്ത് എന്ന് പറയുന്നത് വായനയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമല്ലേ. അപ്പോൾ വായിക്കാതെ എഴുത്തിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു അക്രമം തന്നെയാണത്. അതിനെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കാനോ കഴിയില്ല. കാരണം വായനയിൽ നിന്ന് തന്നെയാണ് എഴുത്തിൻ്റെയൊക്കെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വരവുണ്ടാകുന്നത്. ഒന്നും വായിക്കാത്ത ഒരാൾക്ക് എന്ത് എഴുതാനേ പറ്റുക? അല്ല, അതിൽ എഴുതാനൊക്കെ പറ്റും, പക്ഷെ അതിലൊന്നും ഉണ്ടാവില്ല അതിനകത്ത്. കാരണം പഴയതിനെ ആവർത്തിക്കുന്നുണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുമ്പ് ആളുകൾ പറഞ്ഞു പോയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമയുണ്ടോ, അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വായനയുടെ ഒരു അഭാവം വളരെ പ്രശ്നമാണ്. അത് പഴയതാണ് അല്ലെങ്കിൽ കട്ടി കൂടിയതാണ്. സാഹിത്യത്തിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പഴയതും പുതിയതൊന്നും ഇല്ല. ശരിക്കും നല്ല കൃതികൾ മാത്രമാണുള്ളത്. അത് ഓരോന്നും ഓരോ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളുണ്ടാകും. അതുകൊണ്ട് ചിലപ്പം പഴയതായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ ആശയങ്ങളും ഏറ്റവും പുതിയ ആശയങ്ങളൊന്നുമില്ല. ആശയങ്ങളും പിന്നെ ചില സ്ഥിരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് പറയുന്നത് തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളും മനുഷ്യർ ചിന്തിക്കുന്ന രീതികളും ഒക്കെ തന്നെ ഏകദേശം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റേതായിട്ടുള്ള രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കുകളും അതുപോലെ പഴയ കാര്യങ്ങളും വായിക്കാതെ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു അനീതിയാണ്. ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം വീണ്ടും അഴുക്കില്ലത്തിലേക്ക് വരുന്ന സമയത്ത് സ്ത്രീപക്ഷ നോവലുകൾ അല്ലെങ്കിൽ സ്ത്രീയെ വർണ്ണിച്ചുകൊണ്ടുള്ള നോവലുകൾ, കഥകൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം അഴുക്കില്ലത്തിൽ കുറച്ചും കൂടി പുരുഷാധിപത്യം കൂടുതലുള്ളതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ അതിൽ ലില്ലി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയ സുമയ്യ വരുന്നുണ്ട്, സാറമ്മ വരുന്നുണ്ട് ഇതിലൊക്കെ. അപ്പം എങ്കിലും മറ്റ് നമ്മൾ സാധാരണ കണ്ടതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമാണ് അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ എങ്ങനെയാണ് ഈ ഒരു സമൂഹമായിട്ട് മാഷ് കൂട്ടിച്ചേർക്കാൻ? അല്ല, അതിലെ കഥാപാത്രങ്ങൾ ഒക്കെ ശരിക്കും ജീവിച്ചിരുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ ജീവിച്ചിരുന്ന പല ആൾക്കാരും പല കാര്യങ്ങളും അതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഥാപാത്രത്തിനകത്ത് തന്നെ എനിക്ക് പരിചയമുള്ള പല ആളുകളുടെയും സ്വഭാവ സവിശേഷതകൾ ചേർത്തിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ അതേപോലെ പല ആൾക്കാരും അതിൽ പറയുന്ന ആൾക്കാരെ പലരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്.
പല സ്ഥലങ്ങളിലായിട്ട് അറിയുന്ന ആൾക്കാർ, ഒരു സ്ഥലത്ത് മാത്രമല്ല. അത് ഈ പറഞ്ഞ ഈ നാരായമംഗലം എന്ന് പറയുന്ന സ്ഥലവും ഏതെങ്കിലും ഈ സ്ഥലമൊന്നും അല്ല അത്, അതൊരു സാങ്കല്പിക സ്ഥലമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള എൻ്റെ പുരുഷ സങ്കല്പവും സ്ത്രീ സങ്കല്പവും ഒക്കെ തന്നെയായിരിക്കും. അതിൻ്റെ പരിമിതികളും ഉണ്ടാവും, അതിൻ്റെ സാധ്യതകളും ഉണ്ടാവും. അത് അത്ര അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. കറുത്ത ചിലന്തിയുടെ ഒരു ഉപമ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ടല്ലോ അതൊരു കവിത വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ സാധാരണ കാണുന്ന സ്ത്രീ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ എഴുതി വെക്കുന്ന നോവലുകൾക്കിടയിൽ വരുന്ന കവിതകളാണെങ്കിൽ പോലും സ്ത്രീയെ പറ്റിയിട്ടുള്ളതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത് ശരിക്കും ആ കവിത എന്ന് പറയുന്നത് ഒരു തുറന്നെഴുത്ത് തന്നെയാണ്. ഒരു സ്ത്രീ തുറന്ന് പറയുന്ന കാര്യങ്ങളാണ്, അവൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ. അത് ഒരു കറുത്ത ചിലന്തിയോടുള്ള ഉപമ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തതകൾ വേണമല്ലോ. പിന്നെ ഇപ്പം അതുപോലെ തന്നെ അതിനകത്ത് ഒരു വിഭാഗം മനുഷ്യർ, കൃത്രിമത്വം ഇല്ലാത്ത ഒരു വിഭാഗം മനുഷ്യർ ആ പുസ്തകത്തിലുണ്ട്. ആ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതീക്ഷയാണോ അവശേഷിപ്പിക്കുന്നത്? ഈ നാട്ടിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഉള്ള ഒരു മനുഷ്യരെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളാണോ അതിലുള്ള ആ ഒരു കൃത്രിമത്വം ഇല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന മനുഷ്യർ? അല്ല, അത് എഴുതുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ നിലവിലില്ലാത്ത മനുഷ്യർ എന്ന് പറയുന്നുണ്ട്. കാരണം എനിക്കൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊരു നാട്ടിൻപുറത്ത് ജീവിച്ച ഒരാളാണല്ലോ, അപ്പം ഗ്രാമത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് അന്ന് പരിചയമുള്ള ആളുകളിൽ അവർ വലിയ വിവരമുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല, പക്ഷേ സാധാരണക്കാരായിരിക്കും. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇപ്പോൾ എൻ്റെ കുഴപ്പമാണോ ലോകത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, ഞാൻ പലപ്പോഴും ഒരേപോലത്തെ ആൾക്കാരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു എന്തെങ്കിലും എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വ്യത്യസ്തതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നഗരങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും. നഗരങ്ങളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഒരുപോലത്തെ ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു നാട്ടിൻപുറത്ത് ഇറങ്ങി നടക്കുമ്പോഴാണ് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനത്തെ ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ആളുകളുടെ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതും കൂടി ഈ പുസ്തകത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുകൂടി ഇതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്റുകൾക്ക് പകരം ഇന്നത്തെ ഒരു രാഷ്ട്രീയ മത രീതികളുടെ അല്ലെങ്കിൽ സമീപനത്തിൻ്റെ ഒരു ട്രോൾ തന്നെയാണല്ലോ പഴക്കില്ലം എന്ന് പറയുന്നത്. ഒരു ട്രോളാണത്, പക്ഷേ അതിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കലർന്നു മാത്രമേ ഉള്ളൂ. ഒന്ന്, അതങ്ങനെ ചെയ്യാൻ പാടുമായിരുന്നു എനിക്കറിയില്ല. ഒന്നെന്താ വെച്ചാൽ ഈ പപ്പു മതം അങ്ങനെ വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു ഫാൻറ്റസി പോലുള്ള ഒരു സംഗതിയും അതിനോടൊപ്പം തന്നെ വളരെ റിയലായിട്ടുള്ള കുറേ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതിൽ എവിടെയോ കുഴപ്പം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം, ഞാൻ സ്വയം വിചാരിക്കുന്നുണ്ട്. ശരിക്കും അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും സംസാരിക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ കൂടംകുളം പോലെയുള്ള അങ്ങനെയുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ആ അഴുക്കില്ലം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ മറ്റൊരു മുഖം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം എന്തൊക്കെ ലോകത്തിൻ്റെ തന്നെ പറയാം. ഇപ്പം നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും ഇന്ത്യയുടെ മറ്റൊരു മുഖം തന്നെയാണ്. അതിൽ പ്രതീക്ഷകളുണ്ട്, പരാതികളുണ്ട്, പരാധീനതകളുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ആ ഒരു നോവൽ എഴുതുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ കുറേശ്ശായിട്ട് ഇങ്ങനെ എഴുതി, പിന്നെ വീണ്ടും മാറ്റി. പ്രിപ്പറേഷൻ എന്ന് പറയാനൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് സമയം എടുത്തിരുന്നത്. പിന്നെ വേണോ വേണ്ടെന്ന് കുറേ കാലം ആലോചിച്ചു. അങ്ങനെ ഏതായാലും കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം ഈ അടുത്തിടെയായിട്ട് കുറച്ച് കാണുന്നുണ്ട് അങ്ങനെ നോവലുകൾക്കിടയിൽ കവിതകൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവിതകൾ വായിക്കപ്പെടാത്തൊരു കാലഘട്ടം എന്ന് എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള മേഖലകളെക്കാൾ കുറച്ച് കുറവാണ് കവിതകൾ വായിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ കാലത്ത് നോവലുകളുടെ ഇടയിൽ രണ്ട് വരിയെങ്കിലും ഒരു എഴുത്തുകാരനെ അവശേഷിപ്പിക്കുമ്പോൾ ആ കവിയുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൂടി ആണോ അതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആവാം. ഞാൻ ആദ്യമായിട്ട് ഈ നോവലിൻ്റെ അകത്ത് കവിത കാണുന്നത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള പുസ്തകത്തിലാണ്, നോവലിലാണ്. അതിൽ കവിത ഉണ്ട്. എന്താണ്, പിന്നെ ചുറ്റുപാടും കൂരിരുട്ടാണ് അടച്ചിട്ട ചെറ്റപ്പുരയ്ക്കുള്ളിൽ ഒറ്റയ്ക്കിരിപ്പു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത. അത് നല്ല രസമുണ്ടായിരുന്നത്. അങ്ങനെ മുമ്പും വേറെ നോവലുകളുണ്ടോയെന്ന് എനിക്കറിയില്ല, അതിലാണ് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത്. ഇതിൽ ഞാൻ ബേസിക്കലി എനിക്ക് കവിതയോടാണ് ഇഷ്ടം, കവിതയുടെ ഒരു പിന്നെ ലോകത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിൽ വന്നു, അത്രേ ഉള്ളൂ. ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടാവും. അതിപ്പം
അങ്ങനെയെങ്കിലും വന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇതൊരു ക്ലീശേ ചോദ്യമായിരിക്കാം, എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ആലോചിക്കുന്ന കാര്യമായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം കവിതയ്ക്ക് ഇത്രയും ഒരു പിന്നോട്ടുള്ളൊരു വലിവ് ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഒരു കവിതാ പുസ്തകം, നമ്മളൊരു കവിതാ പുസ്തകം ഇറക്കുമ്പോഴാണെങ്കിൽ പോലും അതൊരു 4 വരി കവിതയുടെ ഹൈക്കു പോയംസ് ആണെങ്കിൽ പോലും ആളുകൾക്കത് വാങ്ങാനോ വായിക്കാനോ അതിലേക്കൊരു അടുപ്പം തോന്നാനുള്ളൊരു സാധ്യതക്കുറവ് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്? അതായത് ശരിയായ കവിത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു മിഠായി പോലെ വായിലിട്ട് അലിയിക്കാൻ പറ്റിയതല്ല. അത് വേറെ തരത്തിലൊരു പിന്നെ ഒരു കുറേം കൂടിയും ആഴത്തിൽ വായിക്കും, എന്താ പറയുക, മനനം ഒക്കെ ചെയ്യേണ്ട ഒന്നാണ് ശരിയായ നല്ല കവിത. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കച്ചവടവൽക്കരണത്തിന് അത്ര അധികം കവിത വഴങ്ങില്ല. ഇപ്പോൾ ഒരു നോവൽ വിറ്റ് പോകുന്ന പോലെ, രമണനൊക്കെ പോയിട്ടുണ്ടാവും ഒരു കാലത്ത്, പക്ഷേ ഈ അങ്ങനെ ഒരു നോവൽ വിറ്റ് പോകുന്ന പോലെ ആൾക്കാർ വന്നിട്ട് കവിത വായിക്കുന്നു, മലയാളത്തിൽ പ്രത്യേകിച്ച് അത് നടക്കില്ല. കാരണം ആ കച്ചവടവൽക്കരണത്തിന് അത്ര അധികം അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു വായന കവിത ആവശ്യപ്പെടുന്നുണ്ട്. ആ സീരിയസ്നെസ്സാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ എഴുതാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഏറ്റവും മൂർത്തമായിട്ടുള്ള, ഏറ്റവും സാന്ദ്രമായിട്ടുള്ള, ഗാഢമായിട്ടുള്ള ഒരു ഭാഷയുടെ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള ഒരു പ്രവൃത്തി കവിതയിലാണ് നടക്കുക എന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. നോവലിനും കഥയ്ക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വേറെ സാധ്യതകളുണ്ട്. ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ ശക്തിയും അതിൻ്റെ പിന്നെ സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു മാധ്യമം കവിത തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ ചാടി പ്രവേശിക്കാൻ പറ്റില്ല. എളുപ്പത്തിൽ ചാടാം, പക്ഷേ അത് കവിതയാവില്ല. അത്രേ ഉള്ളൂ. അത് ഒരു എഴുത്ത് മാത്രമായിട്ട് മാറും. നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല കവിതകളും എങ്ങനെയാണ് കവിത എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. വേറൊന്നും വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലതിനെ കവിത എന്ന് പറയുന്നത് അങ്ങനെയുണ്ട്. കാരണം ചിലത് മിനിക്കഥ പോലെയുള്ളതുണ്ട്, ചിലത് ചില ലേഖനങ്ങൾ പോലെയുള്ളതുണ്ട്, യാത്രാക്കുറിപ്പ് പോലെയുള്ളതുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ കവിത എന്ന് എഴുതി കാണും. എഴുതിയാണ്. അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലീശ ഉത്തരം തന്നെയാണ്. അപ്പോൾ എന്താണ് കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അത് വായിക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവൂ. അനുഭവിക്കുന്നൊരു സംഗതിയാണ്. നമ്മൾ വായിക്കുമ്പോൾ 2 വരി വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് കവിത എന്ന് പറയുന്ന അനുഭൂതി. അതുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് കവിതയ്ക്കാണ് അധികമായിട്ട് സാധിക്കുക. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ മുൻപ് വായിക്കുന്ന അല്ലെങ്കിൽ മാഷ് എഴുതിയിട്ടുള്ളത് പോലെയുള്ള നീളമുള്ള കവിതകൾ എന്നുള്ളതിനേക്കാളും മാറിയിട്ട് 4 വരി കവിതകൾ, ചെറിയ കവിതകൾ എന്നുള്ള രീതിയിൽ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറപ്പെടുന്ന ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് ആളുകൾക്ക് എന്ത് പറയാനും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് എഴുതാം എന്ന് പറയുന്ന ഒരു ഇത് മാറുന്നുണ്ട്. അപ്പം ശരിക്കും ഈ നീളമുള്ള കവിതകൾ എന്നുള്ളതിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ഒരു കുറവ് വരുന്നില്ലേ നന്നായിട്ട്? ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 തരത്തിലുള്ള ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രമുക്തൻ എന്ന് പറയുന്നൊരു ദീർഘ കവിത ഞാൻ എഴുതിയിട്ടുണ്ട്, കുറച്ച് വലിപ്പമുള്ളതാണത്. പിന്നെ ഈ 4 വരിയുള്ള കവിതകളും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ 4 വരി 3 വരിയൊക്കെയുള്ള 3 പിന്നെ എളുപ്പമല്ല, 4 വരിയെങ്കിലുള്ള കവിത എഴുതുക എന്നുള്ളതാണ് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാരണം അതിനകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവണം. നമുക്കൊരു വലിയ കവിത എഴുതുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി, കുറേ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വെല്ലുവിളിയും കൂടിയാണ്. അപ്പോൾ അത് 4 വരി എഴുതുമ്പോൾ 4 വരിക്കകത്ത് എന്തെങ്കിലും ഒരു സവിശേഷമായിട്ടുള്ള നമുക്ക് ഒരു വായിക്കുന്ന ആൾക്ക് അയാളുടെ ഉള്ളിലേക്കൊരു തീപ്പൊരി വീഴുന്ന തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവണ്ടേ. അപ്പോൾ കവിതയ്ക്ക് പല സാധ്യതകളുണ്ട്. ദീർഘകവിത എഴുതാം, ചെറിയ കവിത എഴുതാം, എന്ത് വേണം ചെയ്യാം. അതിന് ഒരുപാട് സാധ്യതകളുള്ളതാണ്. കവിത ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് എല്ലാ എഴുത്തുകാരോടും ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ പറയുന്ന പോലെ പുതിയ വരുന്ന എഴുത്തുകാരും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരും ചിലരൊക്കെ ഈ പറയുന്ന പോലെ ഒരു പുസ്തകം എഴുതുന്നു, ആ പുസ്തകം ഹിറ്റാവുന്നു, അതാണ് അവരുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെയാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്കൊന്നും മുന്നോട്ട് എഴുതാൻ പറ്റാറില്ല, ആ ഒരൊറ്റ പുസ്തകത്തിൽ അവിടെ നിന്ന് പോവുക എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം എന്താണ് പുതിയ എഴുത്തുകാർ എടുത്ത്? അല്ല, നേരത്തെ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ഉപദേശിക്കാനുള്ളതല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതായത് ലോകം ഇന്നു മുതലല്ല തുടങ്ങിയിട്ടുള്ളത്, കുറേ കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. എഴുത്ത് ഇന്നു മുതൽ തുടങ്ങിയിട്ടുള്ളതല്ല, എത്രയോ വർഷങ്ങൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നു മുതലല്ല ലോകം ആരംഭിച്ചിട്ടുള്ളത്, അതിനു മുമ്പുള്ളൊരു ലോകം ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ മതി. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചരിത്രബോധം എല്ലാ കാര്യത്തിലും, എഴുത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ സംബന്ധിച്ചാണെങ്കിലും
ചരിത്രബോധം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ കൂടെ എഴുത്തിനെ പറ്റി വളരെ പരിമിതമായ സമയത്താണെങ്കിലും ഇത്രയും വിവരങ്ങൾ തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കവിതകളും പാട്ടുകളുമായിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ ഇടമായിട്ട് മാഷിന് ഇരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഒരു കുറേം കൂടി ആഴമുള്ള ചോദ്യങ്ങളും അർത്ഥവത്തായിട്ട് ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. സന്തോഷം. താങ്ക് യു.